Hello friends, welcome to Zeal to Know. Zeal to Know next CPC എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റിയലി സോറി, കഴിഞ്ഞ ഈ ഒരു വീക്ക് എനിക്ക് വേറെ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിപ്പോയി. ഇപ്പോൾ കഴിഞ്ഞ വീക്കും ഈ വീക്കും കുറച്ച് എനിക്കറിയാം ലാഗ് ആയിപ്പോയി. ബട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഓൺവേർഡ്സ് ഐ എം ട്രൈയിങ് ടു മേക്ക് ഇറ്റ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ CPC ICD ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ICDയുടെ ഏത് ചാപ്റ്ററാണ്? ചാപ്റ്റർ 10. ചാപ്റ്റർ 10 എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഡിസീസസാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഡിസീസസ് ഓഫ് ദി റെസ്പിറേറ്ററി സിസ്റ്റം. അതാണ് നമ്മുടെ കോഡ്സ് ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം സംബന്ധമായ കുറച്ച് ഡിസീസസിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഗൈഡ് ലൈൻസ് മാത്രം. അപ്പം ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുള്ള എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ എക്സാം കീ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് നോക്കേണ്ടത് അത് മാത്രം നമുക്ക് പറഞ്ഞു പോവാം. ദ ഫസ്റ്റ് പോർഷൻ നമ്മുടെ COPD ആൻഡ് ആസ്മയാണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അറിയാലോ, COPD. അപ്പോൾ COPDയും ആസ്മയും ഇതിൻ്റെ എങ്ങനെയാണ് ഗൈഡ് ലൈൻസ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിലെ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ളൊരു ചെറിയ ടോപ്പിക്കാണ് അക്യൂട്ട് ഒബ്സ്ട്രക്റ്റീവ് നമ്മുടെ ബ്രോങ്കൈറ്റിസിൻ്റെ എക്സാസർബേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പം പലരും പലതായിട്ടായിരിക്കും പറഞ്ഞത്. ഞാൻ എക്സാസർബേഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ തന്നിരിക്കുന്ന PPT നോക്കിയാൽ മതി, കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എക്സാസർബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അക്യൂട്ടായിട്ട് ഒരു റിസ്ക് വന്നു, ഒരു കോംപ്ലിക്കേഷൻ വന്നു, അതിനെ ജസ്റ്റ് പറയുന്ന പേരാണ് എക്സാസർബേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കേസ് വരുമ്പം രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്, J44 ആൻഡ് J45. ഓക്കെ, അപ്പോൾ J44 J45 തമ്മിൽ ഒരിക്കലും കൺഫ്യൂസ് ആവല്. J45 എന്ന് പറഞ്ഞാൽ അൺകോംപ്ലിക്കേറ്റഡ് കേസിനെയാണ് പറയുന്നത്. 45 എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്യൂട്ട് എക്സാസർബേഷനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം അൺകോംപ്ലിക്കേറ്റഡ് കേസും ഉണ്ട്, ഇതൊരു കോംപ്ലിക്കേഷൻ വന്നതാണ് എക്സാസർബേഷൻ എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ഇപ്പം ഒരു ക്രോണിക് കണ്ടീഷനുണ്ട് പേഷ്യൻറ്റിന്. അപ്പോൾ ക്രോണിക് കണ്ടീഷനിൽ ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ അതിന് അക്യൂട്ട് എക്സാസർബേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതിനൊരു അക്യൂട്ട് എക്സാസർബേഷൻ എന്ന് പറയാൻ പറ്റില്ല. ആ കാര്യം നമ്മൾ പ്രത്യേകിച്ച് നോക്കിക്കോണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്കിൽ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഈ എക്സാസർബേഷൻ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ട്രിഗേർഡ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിപ്പം നമുക്ക് പറയാം. പക്ഷേ ഒരു ക്രോണിക് കണ്ടീഷൻ്റെ ഭാഗമായിട്ട് അതിനെ ക്രിട്ടിക്കലായാൽ നമുക്ക് ഒരിക്കലും അക്യൂട്ട് എക്സാസർബേഷൻ എന്ന് കോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഇൻഫെക്ഷൻ കാരണം അത് ട്രിഗർ ചെയ്യാം. ഓക്കെ, അതിപ്പം മനസ്സിലാവുമല്ലോ, ഒരു ഇൻഫെക്ഷൻ അതിനെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ആണ്. അതിൽ തന്നെ രണ്ട് സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം, അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ആസ് എ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ്. എപ്പോഴൊക്കെ അതിനെ പ്രൈമറി ഡയഗ്നോസിസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പം അതിനുള്ള രണ്ട് കോഡ്സ് എന്ന് വെച്ചാൽ J96.0 പിന്നെ J96.2 എന്നുള്ള സബ് കാറ്റഗറിയുമാണ്. ഓക്കെ, ഒന്ന് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ആണ്, രണ്ടാമത്തേത് അക്യൂട്ട് ആൻഡ് ക്രോണിക് റെസ്പിറേറ്ററി അതാകും. അപ്പോൾ ഇത് രണ്ടും പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു പേഷ്യൻ്റ് ഓൺ അഡ്മിഷൻ നമ്മുടെ ഫെയിലിയർ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ടെസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ടും നമ്മളുടെ പേഷ്യൻറ്റിന് ആ റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് J96.0 J96.2 ഈ കോഡ് ഏതാണെന്ന് വെച്ചാൽ അത് കോഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ആസ് എ പ്രൈമറി ഡയഗ്നോസിസ് ആ കാര്യങ്ങൾ മൈൻഡിൽ വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയറിൻ്റെ സെക്കൻഡറി ആയിട്ട് എപ്പോൾ നമുക്ക് കോഡ് ചെയ്യാം. ഓക്കെ, ഓൺ ടൈം ഓഫ് അഡ്മിഷൻ മേ ബി ദ പേഷ്യൻറ്റ് ഈസ് ഹാവിങ് റെസ്പിറേറ്ററി ഫെയിലിയർ. പക്ഷേ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിവിയറിറ്റി നമ്മൾ നേരത്തെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, അതിനെ പ്രൈമറി ആക്കാനുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ, അതിന് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പ്രൈമറി ആക്കത്തുള്ളൂ. അതർവൈസ് സിവിയറിറ്റി കൂടിയ വേറെ എന്തെങ്കിലും രോഗത്തിനെ സംബന്ധിച്ചാണ് ഇത് വന്നിരിക്കുന്നതെങ്കിൽ ആ രോഗം പ്രൈമറി ആകും, ഇത് സെക്കൻഡറി ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അത് നമ്മളുടെ സിവിയറിറ്റി അനുസരിച്ചാണ്. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈൻസ് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു വരുന്ന സെയിം കാര്യം തന്നെ. പ്രൈമറി ആണെങ്കിൽ മീൻസ് അതിനെ മാത്രം കേന്ദ്രീകരിച്ച് വരുവാണ്. ഇന്നത്തെ എൻകൗണ്ടർ റെസ്പിറേറ്ററി ഫെയിലിയറിന് മാത്രമാണ്. ഇന്ന് വന്നിരിക്കുന്ന ഇപ്പം റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടായി, വേറൊരു രോഗം കൊണ്ടുള്ള റെസ്പിറേറ്ററി ഫെയിലിയർ അല്ല, റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടായി ഇന്ന് വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അതിനടുത്ത് പ്രൈമറി കോഡ് ചെയ്യാം. ഇൻ കേസ് അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ വേറെ എന്തെങ്കിലും ഒരു രോഗം
അതിനെ ഇത് നമുക്കിത് വന്നിരിക്കുന്നു, റെസ്പിറേറ്ററി ഫെയിലിയർ വന്നിരിക്കുന്നു, ലെറ്റ് ഇറ്റ് ബി, അത് നമ്മുടെ സെക്കൻഡറി ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കൺഫ്യൂസ് ആവേണ്ട കാര്യമൊന്നുമില്ല. സെയിം തിങ് വാട്ട് വി ആർ ഡൂയിങ് ഫ്രം ദ ഫസ്റ്റ് എപ്പിസോഡ്. ഓക്കെ, ഇനി അടുത്തൊരു സീക്വൻസിങ് ആണ്. ഇപ്പോൾ റെസ്പിറേറ്ററി ഫെയിലിയർ ആയിട്ടും അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു അക്യൂട്ട് കണ്ടീഷനായിട്ട് പേഷ്യൻ്റ് വരുന്നു. ഓക്കെ, ഇപ്പോൾ പേഷ്യൻ്റ് വന്നിരുന്ന കണ്ടീഷൻ റെസ്പിറേറ്ററി ഫെയിലിയറും ഉണ്ട്, അക്യൂട്ട് വേറൊരു കണ്ടീഷനും ഉണ്ട്. അപ്പോൾ ഇതായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കലി രണ്ടും ഈക്വലി റെസ്പോൺസിബിൾ ആണ് പേഷ്യൻ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, പേഷ്യൻ്റ് വന്നിരിക്കുന്നത് ഈക്വലി റെസ്പോൺസിബിൾ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കോഡിങ് ഗൈഡ് ലൈൻസ് ആയിട്ട് ഒന്നും ഇല്ല. ഓക്കെ, നമുക്ക് ഏത് വേണമെങ്കിലും പ്രൈമറി ആക്കാം, ഏത് വേണമെങ്കിലും സെക്കൻഡറി ആക്കാം, രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, പക്ഷേ ഇൻ കേസ് എന്നിട്ടും നമുക്കിപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നതോ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുന്ന ബേസിസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊവൈഡറിനോട് ക്വയറി ചോദിക്കാം, ഏതാണ് ശരിക്കും പേഷ്യൻ്റ് ഇന്ന് സിവിയറിറ്റി കൂടുതലായിട്ട് വന്ന കേസ്. ഓക്കെ, പ്രൊവൈഡറിനോട് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം ഓക്കെ പ്രൊവൈഡർ രണ്ടും ഈക്വലി റെസ്പോൺസിബിൾ ആണെന്ന് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ യു ക്യാൻ കോഡ് എനിത്തിങ് ഇൻ ഫ്രണ്ട്. നമുക്ക് രണ്ടെണ്ണം കൂടെ പ്രൈമറി കൊടുക്കാൻ പറ്റില്ലല്ലോ, പ്രൈമറി ഏതായാലും ഒരെണ്ണേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്കത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇൻ കേസ് നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് അറിയണമെങ്കിൽ, ഇപ്പോൾ ക്ലാരിഫൈ ആണ്, പറഞ്ഞിട്ടില്ല, രണ്ടും എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്രൈമറി ഡയഗ്നോസിസ് പറഞ്ഞാൽ രണ്ടും എഴുതിയിട്ടുണ്ട്, പക്ഷേ ഈക്വലി റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ക്വയറി ചോദിക്കാം, ഡോക്ടറിനോട് ക്വയറി ചോദിക്കുക, ഏതാണ് റെസ്പോൺസിബിൾ ഫോർ ഇന്നത്തെ എൻകൗണ്ടർ. അതനുസരിച്ച് നമുക്ക് ഫോർ പ്രൈമറി സെക്കൻഡറി ആയിട്ട് കോഡ് ചെയ്യാൻ സാധിക്കും. ഓൾ റൈറ്റ്, അപ്പോൾ ഇനി അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസയുടെ കേട്ടോ. ഇൻഫ്ലുവൻസ ഡ്യൂ ടു അതർ ഐഡൻറ്റിഫൈഡ് ഓർഗാനിസംസ്. അപ്പോൾ നമ്മുടെ ഇൻഫ്ലുവൻസ കോഡ് വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇത് ഐഡൻറ്റിഫൈഡ് ഇൻഫ്ലുവൻസ ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആണ്, നമുക്കിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ J09 കാറ്റഗറിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, പക്ഷെ നമ്മുടെ ബുക്കിലില്ല. അപ്പോൾ അതർ ഐഡൻറ്റിഫൈഡ് എന്നുള്ളത് J10. ഓക്കെ, J10 കാറ്റഗറിയിൽ നിന്ന് J10ൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം J09 കാറ്റഗറിയിൽ നിന്ന് നമുക്ക് എന്തും എടുക്കാൻ പറ്റും, ഇൻഫ്ലുവൻസ ഐഡൻറ്റിഫൈഡ് ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. J10 ആണെങ്കിൽ നമുക്ക് അതർ ഐഡൻറ്റിഫൈഡ് ആണ്, പക്ഷെ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ J10 നമുക്ക് അവിടെ കോഡ് ചെയ്യാൻ സാധിക്കും. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് ചില ഇൻഫ്ലുവൻസ ഉണ്ടല്ലോ, H1N1, H2N3 അങ്ങനത്തെയൊക്കെ ഇൻഫ്ലുവൻസ ഉണ്ട്. പക്ഷെ അതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ആണ്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ J09 കോഡ് ചെയ്യാം. പക്ഷേ ഇപ്പം നോവലാണോ അല്ലെങ്കിൽ വേരിയൻ്റ് ആണോ ഇതൊന്നും തന്നിട്ടില്ല, അപ്പം കുറച്ചൊക്കെ മിസ്സിങ് അല്ലേ, കുറച്ച് ബേസിക് കാര്യങ്ങൾ മിസ്സിങ് അല്ലേ. അപ്പോൾ ഓർഗാനിസമിൻ്റെ ഇത് മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് J10 അതർ ഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞ് കോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മുടെ പ്രൊവൈഡർ അല്ലെങ്കിൽ ഡോക്ടർ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് സസ്പെക്റ്റഡ്, ഓക്കെ, സസ്പെക്റ്റഡ്, പോസിബിൾ, റൂൾഡ് ഔട്ട് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇൻഫ്ലുവൻസ ഉണ്ട് പേഷ്യൻറ്റിന്. ഓക്കെ, ഇൻഫ്ലുവൻസ ആണ്, പക്ഷേ എന്താ ഓർഗാനിസം എന്നുള്ളത് സസ്പെക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് J11 കോഡായ അൺഐഡൻറ്റിഫൈഡ് ഇൻഫ്ലുവൻസ നമുക്ക് കോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻഫ്ലുവൻസയിൽ 3 കാര്യങ്ങളേ ഉള്ളൂ, J09, 10 and 11. 09 കോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസ ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. രണ്ടാമത് J10 കോഡ് ചെയ്യണമെങ്കിൽ കൺഫ്യൂസ് ആവല്ലേ, നമുക്ക് വേരിയൻ്റ് ഏതാണെന്ന് അറിയത്തില്ല, നോവലാണോ ഇതാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് മിസ്സിങ് ഉണ്ടെങ്കിൽ നമുക്ക് J10 കോഡ് ചെയ്യാം, കാരണം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇൻഫ്ലുവൻസ ഏതാണെന്ന്. ഓക്കെ, ആ ഒരു കാര്യം മാത്രം മനസ്സിലായി, അൺഐഡൻറ്റിഫൈഡ് ആണ്, അല്ലേ, അൺഐഡൻറ്റിഫൈഡ് അല്ല, റിയലി സോറി, അൺഐഡൻറ്റിഫൈഡ് അല്ല, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഏതാ ഓർഗാനിസം എന്ന്. പക്ഷേ അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് മിസ്സിങ് ആണെങ്കിൽ J10 കോഡ് ചെയ്യാം. അതേപോലെ J11 എന്ന് പറയുന്നത് അൺഐഡൻറ്റിഫൈഡ് ഇൻഫ്ലുവൻസ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാപ്പ് അല്ലെങ്കിൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്നുള്ളത്. J95.951 ആണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കോഡ് ചെയ്യണമെങ്കിൽ പ്രൊവൈഡർ അല്ലെങ്കിൽ ആരാണോ ഡോക്ടർ കറക്റ്റായിട്ട് അത് മെൻഷൻ ചെയ്തിരിക്കണം, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ആണെന്ന് കൺഫേം ആയാൽ മാത്രം വാപ്പ് കോഡ് ചെയ്യാം. ഓക്കെ, പക്ഷേ വാപ്പ് കോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, അതിൻ്റെ ഓർഗാനിസം. ഓക്കെ, കോസ്ഡ് ഓർഗാനിസം ഏതാണെന്നും കൂടെ കോഡ് ചെയ്യണം. അപ്പോൾ B സീരീസിലുള്ള കോഡ് ചെയ്യണം. J11 മുതൽ അല്ലെങ്കിൽ J12 മുതലുള്ള കുറച്ച് ഡ്യൂ ടു ന്യൂമോണിയ, ഡ്യൂ ടു അതൊന്നും കോഡ് ചെയ്യാൻ പാടില്ല. അഡീഷണൽ കോഡായിട്ട് ഏത് ഓർഗാനിസം ആണോ കോസിങ് അത് നമ്മൾ കോഡ് ചെയ്യണം. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ വാപ്പ് ഡെവലപ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ഓക്കെ, ഇതെന്ന് പറയുന്ന കേസ് ഇപ്പം ഒരു പേഷ്യൻ്റ് ഇപ്പം അഡ്മിഷൻ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു ന്യൂമോണിയ ആയിട്ടാണ്, ഏതെങ്കിലും ഓർഗാനിസം കോസിങ് ന്യൂമോണിയ ആയിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, ആ ന്യൂമോണിയ ഉള്ള പേഷ്യൻറ്റിന്
ആഫ്റ്റർ അഡ്മിഷൻ ഡെവലപ്പ് ചെയ്തത് എന്താണ്? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്തു. പക്ഷെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും ഏതാണോ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ അത് നമ്മുടെ പ്രിൻസിപ്പൽ കോഡാകും, പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് അല്ലെങ്കിൽ പ്രൈമറി ഡയഗ്നോസിസ് ആകും. വാപ്പ് നമ്മുടെ സെക്കൻഡറി ഡയഗ്നോസിസ് ആകും. ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. പേഷ്യൻ്റ് എന്താണോ അഡ്മിഷൻ, റീസൺ ഫോർ എൻകൗണ്ടർ, റീസൺ ഫോർ അഡ്മിഷൻ ഷുഡ് ബി കോഡഡ് ആസ് പ്രൈമറി ആൻഡ് വാപ്പ് ഡെവലപ്പ് ചെയ്തതുകൊണ്ട് അത് നമുക്ക് സെക്കൻഡറി ആയിട്ട് വേണമെങ്കിലും കോഡ് ചെയ്യാം. പക്ഷേ ഡോക്യുമെൻറ്റേഷൻ ഷുഡ് ബി ക്ലിയർ. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററിയുടെ ചാപ്റ്റർ അത്രയും ചെറുതാണ്, പഠിക്കാൻ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ആ ഗൈഡ് ലൈൻസ് ഒന്ന് ഓർത്തിരിക്കുക, ഓർത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ വീഡിയോ എനിക്കറിയാം കുറച്ച് ലാഗായിട്ടാണ് വന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇച്ചിരി സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് സീരീസ് ഓൺവേർഡ്സ് നമുക്ക് ഒരിക്കലും ഒത്തിരി ലാഗാവാതെ തരാൻ ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ഓൺലൈനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ച് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സജഷൻ തരുക. സോ ദാറ്റ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആ സജഷൻ ഉൾപ്പെടുത്താൻ, ലൈക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത്, നിങ്ങളുടെ എന്താണ് ആ ഒരു ഫെയിലിയറിന് കാരണം, അപ്പോൾ അതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിരിക്കുക, ബെൽ ബട്ടൺ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീൽ ടു നോ. ബൈ.